ഏറെ മതസ്വാതന്ത്ര്യം അനുവദിക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് UAE. മറ്റ് മതസ്ഥർക്ക് തങ്ങളുടെ ആരാധനാലയങ്ങൾ പണികഴിപ്പിക്കാൻ സൗജന്യമായി ഭൂമി പോലും ഇവിടുത്തെ ഭരണാധികാരികൾ നൽകാറുണ്ട്. ഇത്തരത്തിൽ നൽകിയ ഭൂമിയിൽ അലൈനിൽ ഓർത്തഡോക്സ് സഭ മനോഹരമായ ഒരു ദേവാലയം പണിതുയർത്തിയിരിക്കുന്നു. അലൈനിൽ പുതിയതായി പണികഴിപ്പിച്ച ഓർത്തഡോക്സ് ദേവാലയത്തിന്റെ കൂദാശ ചടങ്ങുകൾ 2 ദിവസമായാണ് നടന്നത്. UAE-യിലെ വിവിധ ദേവാലയങ്ങളിൽ നിന്നായി ആയിരക്കണക്കിന് വിശ്വാസികൾ ചടങ്ങിൽ പങ്കെടുത്തു. അലൈൻ സെന്റ് ഡൈനീഷ്യസ് ഓർത്തഡോക്സ് ദേവാലയത്തിന്റെ കൂദാശയ്ക്ക് ബെസേലിയോസ് മാർത്തോമ പൗലോസ് ദ്വിതീയൻ കത്തോലിക്ക ബാവ നേതൃത്വം നൽകി. യുഹനാൻ മാർ ദിമിത്രിയോസ്, മാത്യൂസ് മാർ സെബിറിയസ്, യാക്കൂബ് മാർ ഐറാനിയോസ് എന്നിവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. പരിശുദ്ധ വട്ടശ്ശേരിയിൽ തിരുമേനിയുടെ നാമത്തിലാണ് അലൈൻ സെന്റ് ഡൈനീഷ്യസ് ഓർത്തഡോക്സ് പള്ളി. UAE-യിലെ ഓർത്തഡോക്സ് സഭയുടെ 6ാമത്തെ ദേവാലയം. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ വിശ്വാസികൾ ഏത് ദേശത്ത് ചെന്നിരുന്നാലും അവരുടെ ഉപജീവന മാർഗത്തിന് അധ്വാനിക്കുമ്പോഴും ദൈവത്തെ ആരാധിക്കണമെന്ന് വളരെ അന്തർദാഹമുള്ള ഒരു സമൂഹമുണ്ട്. ഇവിടെ ഒരു ആരാധന നടത്തുവാനുള്ള അനുവാദം ഇവിടെയുള്ള ഗവൺമെന്റ് നൽകി എന്ന് മാത്രമല്ല, ഇവിടെ ഒരു സ്ഥിരമായി ദേവാലയം പണിയുവാനുള്ള ലാൻഡും അനുവദിച്ചു തന്ന് അത് ഇന്ന് സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുന്നു. ഈ ഗവൺമെന്റിനോടുള്ള മലങ്കര സഭയുടെയും എന്റെയും സ്നേഹവും നന്ദിയും ധാരാളമായി അറിയിക്കുകയാണ്. ദേവാലയത്തിന്റെ ശിലാഫലകം UAE യുവജനക്ഷേമ സാംസ്കാരിക വകുപ്പ് മന്ത്രി ഷെയ്ഖ് നഹ്യാൻ ബിൻ മുബാറക് അൽ നഹ്യാൻ അനാച്ഛാദനം ചെയ്തു. Was confident that you would make the most of this land, and you have. With the consecration of this 7th Mankara Orthodox Church in the United Arab Emirates, we can have no doubt that you have built your churches in a nation dedicated to tolerance, peace and understanding. UAE ഭരണാധികാരികൾ മത സാംസ്കാരിക വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളുന്നത് ലോകത്തിന് തന്നെ മാതൃകയാണെന്ന് ചടങ്ങിൽ പങ്കെടുത്ത ഇന്ത്യൻ അംബാസിഡർ TP സീതാരാമൻ പറഞ്ഞു. ഇന്ത്യയുടെയും UAE-യുടെയും ഭരണവിഭാഗത്തിലെ നിരവധി ഉദ്യോഗസ്ഥർ പങ്കെടുത്ത കൂദാശയോടനുബന്ധിച്ച് അബുദാബി സെന്റ് ജോർജ് ഓർത്തഡോക്സ് ദേവാലയത്തിൽ നിന്നും പുതിയ ദേവാലയത്തിലേക്ക് ദീപശിഖ പ്രയാണവും നടന്നു. അലൈൻ അൽ ഖയാറിൽ UAE പ്രസിഡന്റും അബുദാബി ഭരണാധികാരിയുമായ ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് അൽ നഹ്യാൻ നൽകിയ 2.5 ഏക്കർ സ്ഥലത്താണ് ദേവാലയം സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 7 മില്യൺ ദിർഹം ചിലവഴിച്ചാണ് ദേവാലയം പണി കഴിപ്പിച്ചത്.